ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ബുദ്ധം ശരണം ഗച്ഛാമി. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15 മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചന നിരോധന നിയമം. 1. മതം, വംശം, ജാതി, ലിംഗഭേദം, ജന്മസ്ഥലം അല്ലെങ്കിൽ അവയിൽ ഏതെങ്കിലും ഒന്നിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനോട് ഭരണകൂടം വിവേചനം കാണിക്കരുത്. 2. ഒരു പൗരന് മതം, വംശം, ജാതി, ലിംഗഭേദം, ജന്മസ്ഥലം അല്ലെങ്കിൽ അവയിൽ ഏതെങ്കിലും എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വൈകല്യത്തിനോ ബാധ്യതയ്ക്കോ നിയന്ത്രണത്തിനോ വ്യവസ്ഥയ്ക്കോ വിധേയമാകരുത്. ഇവയിൽ ഏതെങ്കിലും നിഷേധിക്കപ്പെടുന്ന പൗരന്റെ മൗലിക അവകാശ ലംഘനമാണ്. ആയതിനാൽ ലംഘനം നടന്നാൽ കോടതിയെ സമീപിക്കാൻ പൗരന് അവകാശമുണ്ടായിരിക്കുന്നതാണ്. അമ്മേ, എന്താടാ വൈകിയേ? പാല് വണ്ടി വരണ്ട അമ്മേ. എന്താടാ മോനെ, ഇന്ന് അച്ഛൻ്റെ അടുത്ത് സ്നേഹം കൂടുതലാണല്ലോ. പ്രോഗ്രസ് കാർഡ് വല്ലതും ഒപ്പിടാറുണ്ടോ? ഒന്ന് പോ അച്ഛാ, ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചപ്പോ. അച്ഛൻ ചുമ്മാ അറിഞ്ഞാ മോനെ, മോൻ കഴിക്കോ? ഇതാ കാപ്പി. ഈടെയായി നിന്റെ സോപ്പിടൽ കുറച്ച് കൂടുന്നുണ്ട്. എന്ത് വന്നാലും ഞാൻ സമ്മതിക്കില്ല. നീ അച്ഛനോട് ചോദിച്ചോ. അവന്റെ ആത്മാർത്ഥത കണ്ടപ്പോഴേ എനിക്ക് തോന്നി. വണ്ടി കഴുകുന്ന ആത്മാർത്ഥമായി തന്നെയാ. ഇത് നമ്മുടെ ചോറല്ലേ. പിന്നെ അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ? അമ്മ പറ. നീ കാര്യം പറയടാ. അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയെന്ന്. അതിന് അവൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ പോകുന്നുണ്ട്. അവനും കൂടെ പോട്ടെ എന്ന് ചോദിക്കുക. നിനക്കുള്ള കാപ്പി ഞാൻ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. അതല്ല അച്ഛാ, 10ാം ക്ലാസ്സൊക്കെ ആയില്ലേ. അതിന് അല്ല, എല്ലാവരും പിരിയല്ലേ. അപ്പോൾ എല്ലാവരും കൂടി മലമ്പുഴ ടൂർ പോവാന്ന് വെച്ച്. ആട്ടെ, എത്ര ചിലവ്? അതച്ചാ 650 രൂപ വേണം. ഈ ഞായറാഴ്ചയാണ്. ദേ നോക്കി, ഈ ചെക്കൻ്റെ കളിക്ക് നിൽക്കണ്ട കേട്ടോ. ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അമ്മേ, ഈ ടൂർ പോകാൻ ശുഷ്കാന്തിയെ പഠനത്തിലും കാണണം. 10ാം ക്ലാസ്സിൽ എങ്ങനെ മാർക്ക് വരുമെന്ന് നോക്കട്ടെ. പണം കൊടുത്ത് +2 സീറ്റ് വാങ്ങിയാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ. മൂളിയാ പോരാ. മോളുടെ നേഴ്സിംഗ് കോളേജിലെ ഫീസ് അടച്ചിട്ടില്ല. അപ്പോഴും അവൻ്റെ ഒരു ടൂറ്. ദേ, നിങ്ങൾ ആ ചെക്കനെ കൊഞ്ചിച്ച് വഷളാക്കണേ. ദേ, നിങ്ങളുടെ ഫോൺ കുറേ നേരമായി കിടന്ന് അടിക്കണോ? അമ്മേ, ഞാൻ പോയിട്ട് വരാം. ഇതാ
എൽസി ആണല്ലോ. ആ എൽസി വിളിച്ചിരുന്നല്ലേ? നിങ്ങൾ എവിടെയാ രാമൻകുട്ടി? കുറെ നേരമായില്ലേ വിളിക്കണ്? അതെ, ഇന്നലെ വന്നപ്പോഴേ കുറച്ച് ലേറ്റായി. അതുമല്ല വീട്ടിനകത്ത് റേഞ്ച് കുറവാന്നേ. എങ്ങനെ കിട്ടാനാ? എല്ലാവർക്കും ഫുൾ റേഞ്ച് വേണം. പക്ഷെ ടവർ വയ്ക്കാൻ സമ്മതിക്കൂല. അത് ശരിയാ സഖാവേ. അല്ല സഖാവ് വിളിച്ചത്? SR കോളനിയിലെ സുധാകരൻ മാഷിന്റെ അതിർത്തി തർക്കത്തിൽ രാമൻകുട്ടി തൽക്കാലം ഇടപെടണ്ടെന്ന് പറയാൻ വിളിച്ചതാ. അല്ലേ എൽസി, അത് ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോ അയാൾ വന്നാൽ ഞാനിപ്പോൾ എന്താ പറയുക? തൽക്കാലം എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയണം. സുധാര മാഷിന്റെ വീട്ടിലേക്കുള്ള വഴി നാണുവേട്ടം മനഃപൂർവ്വം കയറ്റി കെട്ടിയതുകൊണ്ടാ മാഷിന്റെ കാർ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാതെ വഴി തന്നെ ഇട്ടിക്കുന്നത്. ഇത്രയും വില കൊടുത്ത് വാങ്ങിയ കാർ പെരുവഴിയിലിടുമ്പോൾ ആർക്കായാലും ദണ്ണം തോന്നൂല സഖാവേ. സംഗതിയൊക്കെ ശരിന്നെയാ. സുധാകരൻ ഇപ്പൊ എന്തിനാണാവോ കാറ് വാങ്ങി? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അറിയില്ലായിരുന്നോ? എന്ത് വർത്തമാനാണ് സഖാവേ ഈ പറയുന്നത്? മാഷിനെന്താ കാർ വാങ്ങിക്കൂടെ? തെറ്റ് മുഴുവൻ നാണുനാരുടെ ഭാഗത്തല്ലേ? ഇത്രയും കാര്യമില്ലാത്തൊരു വേലി പെട്ടെന്ന് എങ്ങനെ അവിടെ വന്നേ? സഖാവേ, ഞാൻ ഒരു കാര്യം പറയാം. രണ്ടുപേരും നമ്മളെ പാർട്ടിക്കാരാ. അതൊക്കെ എനിക്കറിയാടോ. സുധാകരൻ ഈയിടെയായി ചില ദളിത് സംഘടനകളുമായി ചില ഇടപാടുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഭാവിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അറിയാലോ, നമ്മൾ പഞ്ചായത്ത് ഭരണം പിടിച്ചത് SR കോളനിയിലെ വോട്ട് കൊണ്ടാണെന്ന്. അതും സുധാകരൻ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അതാണ് സഖാവേ ഞാൻ പറയണത്, സുധാകരനെ പിണക്കുന്നത് ബുദ്ധിയല്ലാന്ന്. ഇവർക്കൊക്കെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കാനാടോ ഇവർക്കായിട്ടൊരു സംഘടന നമ്മുടെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്നും പോരാഞ്ഞിട്ടാണോടോ ഇപ്പോ ദളിത് സംഘടനയുടെ കൂടെ പോണത്. നമുക്കിതൊക്കെ ഭാവിയിൽ അപകടം ചെയ്യടോ. അല്ല സഖാവേ, എന്നാലും ഒരു എന്നാലും ഇല്ല. തൽക്കാലം നമുക്കിപ്പോ നാണുനായരുടെ കൂടെ നിൽക്കാം. അതാണ് പാർട്ടി തീരുമാനം. അദ്ദേഹം ഇപ്പോൾ കരയോഗം പ്രസിഡന്റ് കൂടിയാണ്. ആ സഖാവേ ഒരു മിനിറ്റ്. നാളത്തെ പോസ്റ്റ് ഓഫീസ് മാർച്ചിനുള്ള അങ്ങോട്ട് വയ്ക്കല്ലേ? സഖാവേ ഞാനെന്നാ അങ്ങ് സുരേഷേ, SR കോളനിയിൽ കുറച്ച് പേർ കൂടി കൂട്ടിക്കോളൂ. നാളത്തെ പോസ്റ്റ് ഓഫീസ് മാർച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എപ്പോഴാണ്? വൈകുന്നേരത്തേക്ക്. എന്നാ കേട്ടോ. ശരി. സഖാവേ, സുധാര മാഷൻ കോളനിക്കാരും പാർട്ടിക്ക് ആവശ്യമുള്ളവരാണ്. ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പിന്നീട് ഖേദിക്കരുത്. സുധാരനാണെങ്കിൽ അല്പസ്വല്പം ബുദ്ധിയുള്ള കൂട്ടത്തിലുമാണ്. റീസർവ് എങ്ങാനും കൊണ്ടുവന്ന നമ്മൾ പെടും 100%. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. റീസർവേ വന്നാൽ ചെയ്യേണ്ട പണി എന്താണെന്ന് എനിക്കറിയാം. രാമൻകുട്ടി ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി. പോസ്റ്റ് ഓഫീസ് മാർച്ചിന് കുറച്ച് ആൾക്കാരെ കൂട്ടണം. കഴിഞ്ഞ തവണ ആളുകൾ കുറവായിരുന്നു. രാമൻകുട്ടി, പാർട്ടി കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. ശരി സഖാവേ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നാളെ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ കാണാം. ലാൽ സലാം സഖാവേ. ലാൽ സലാം. ലാൽ സലാം സഖാവേ. ജാതിയുടെ തൊലയിട്ട് പാർട്ടിയിൽ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുകയും ചെയ്യും, എന്നിട്ട് കാണിക്കണതോ. അയ്യോ സമയം പോയി. യശോദേ ഡേ, സാമ്പാറിന് എത്ര എരിവ് കുറച്ചോളാം കേട്ടാ. എത്ര ആശം പറഞ്ഞാലും മനസ്സിലാവില്ല. ചാവി എടുത്ത്. പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. കുടുംബശ്രീന്ന് ഞാൻ ഒരു 3000 രൂപ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് പൈസയും കൂടെ കൊണ്ടുവന്നാൽ നാളെ മോളുടെ ഫീസ് കൊടുക്കായിരുന്നു. മറക്കൊന്നുമില്ല. നല്ല ഓട്ടം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ ആരെയും കട വാങ്ങണം. അല്ലാതെ അന്യനാട്ടിൽ കിടക്കാൻ മോളെ കഷ്ടപ്പെടുത്താൻ പറ്റൂലല്ലോ. ശരി എന്നാ. അയ്യോ, സുധാര മാഷല്ലേ? എന്താ പറയാ? മാഷേ. എന്തായി രാമേട്ടാ ഞാൻ പറഞ്ഞ കാര്യം? അത് മാഷേ, ഞാൻ സംസാരിച്ചു. പക്ഷേ നാണുവേട്ട അമ്പലി മില്ലിനും അടുക്കുന്നില്ല. എന്തായാലും ഞാൻ ഈ ഞായറാഴ്ച അവിടെ വന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാം. അതുവരെ മാഷോ ക്ഷമിക്ക് പ്ലീസ്. രാമേട്ടാ, അതുവരെ എൻ്റെ കാർ പെരുവഴി കിടക്കട്ടെ എന്നാണോ? അല്ല രാമേട്ടാ, ഞാൻ ഈ പാർട്ടിക്കാരനാ. ഈ കാര്യത്തിൽ പാർട്ടി എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. എൻ്റെ മാഷേ, നിങ്ങളൊന്ന് ക്ഷമിക്ക്. പാർട്ടി നിങ്ങളെ കാര്യം തന്നെയാണ് ആദ്യം പരിഗണിക്കുക. പാർട്ടിക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളെ അച്ഛനും കോളനിക്കാരും ഇല്ലെങ്കിൽ പാർട്ടി ഉണ്ടോ? അല്ലെങ്കിൽ ആ പഞ്ചായത്ത് പാർട്ടി ഭരിക്കുമോ?
ഞായറാഴ്ച, അതിനപ്പുറം പോവില്ല. ഉറപ്പ്. മാഷ് വയ്ക്കും. തൽക്കാലം ഞാൻ രാമേട്ടനെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഒന്നും ഉണ്ടാവില്ല. മാഷ് കയറിയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ശരിയാക്കാം. കയറണം കയറണം. അപ്പം ഞായറാഴ്ച കാണാം. റെഡിയാക്കാം മാഷേ. ആ ശങ്കരേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? താൻ ഇപ്പോൾ വന്നത് നന്നായി. താൻ ഇവരെയും കൊണ്ട് പോയിക്കോ. സാറേ സോറി കേട്ടോ, ഈ വണ്ടിയിൽ പോയിക്കോ. ആണോ? വലിയ ഉപകാരം ചേട്ടാ. വന്നിട്ട് കാണാം. ശരി. സാറേ പോവാ. എന്താടോ അയാൾക്ക് പോകേണ്ട സവാരി നിങ്ങൾക്ക് തന്നു? അതൊരു വലിയ കാര്യം. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് രാമൻകുട്ടി എന്നാ. സാറേ എങ്ങോട്ടാ പോകണ്ടേ? ഒലിപ്പാറ. ഓ, എത്ര വർഷമായി എൻ്റെ നാട് കണ്ടു. നാടിൻ്റെ പഴയ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടുല്ലേ. എവിടെ നോക്കിയാലും കെട്ടിടങ്ങളും മാംസം കരിഞ്ഞ മണമുള്ള കുറേ ഹോട്ടലുകൾ. ശരിയാ സാറേ, നാട് മാറി, നാട്ടുകാർ. ഇന്നത്തെ കുട്ടികൾക്ക് ഷവർമയും കുഴിമന്തിയൊക്കെ മതിയല്ലോ. അതെ അതെ, നമ്മുടെ ഭക്ഷണശീലങ്ങളും ജീവിത രീതിയൊക്കെ മാറിയില്ലേ. ഇന്നെല്ലാം ആളുകൾ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന വല്ലപ്പോഴുമായി. അതെ സാറേ, അതുകൊണ്ടെന്താ പുതിയ പുതിയ അസുഖങ്ങളും ആശുപത്രികളും കൂടി. അത്ര അതെ അതെ, കൂടെ തെരുവ് നായ്ക്കളും കൂടി. നോക്കൂ, ഉത്തരേന്ത്യയിൽ അലഞ്ഞു നടക്കുന്നത് മാടുകളാണെങ്കിൽ കേരളത്തിൽ അത് നായ്ക്കളുമാണ്. എന്നാലും എൻ്റെ നാട് മനോഹരമാണ്. സാറ് വളരെ നാളുകൾക്ക് ശേഷമാണോ നാട്ടിലോട്ട് വരുന്നത്? 10 വർഷം മുൻപ് അച്ഛൻ മരിച്ചപ്പോൾ വന്നു പോയതാണ്. അല്ല സാർ ഇപ്പോൾ വരുന്നത്? ഡൽഹിയിൽ നിന്ന്. അവിടെ ഡക്കാൻ ഹെറാൾഡിൽ പ്രൂഫ് റീഡറാണ്. ഭാര്യ സുസ്മിത റിട്ടയർഡ് ടീച്ചറാണ്. അല്ല സാറിൻ്റെ പേര്? കുട്ടികളൊക്കെ? സുരേന്ദ്രനാഥ്. ഞങ്ങൾക്ക് മക്കളില്ല. ഇവൾക്ക് ഞാൻ മകനും എനിക്ക് ഇവൾ മകൾ. അത് കാണുമ്പോഴേ അറിയാം സാർ. ചേട്ടന്റെ ഒരു കാര്യം വിട്ടാൽ കുടുംബചരിത്രം മൊത്തം പറയുമെന്ന് തോന്നുന്നു. എന്താ അങ്ങനെയല്ലേ? നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു ട്രൈബ് വനിതയെ രാഷ്ട്രപതിയാക്കിയത് വലിയ നേട്ടം തന്നെ. എന്ത് നേട്ടം സാറേ! കേന്ദ്ര സർക്കാർ 26% വരുന്ന ദളിതരുടെ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തി നാടകമല്ലേ ഇത്? ആർക്കാണ് അറിഞ്ഞൂടാത്തത്? ആയിരിക്കാം, പക്ഷെ ഭാരതത്തിന്റെ 75ാം വാർഷികത്തിൽ ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടയാള് രാജ്യത്തിന്റെ പ്രഥമ സ്ഥാനത്ത് വന്നത് അഭിമാനം തന്നെയാ. അത് ശരിയായിരിക്കാം, പക്ഷേ അന്ന് തന്നെയാണ് രാജസ്ഥാനിൽ കുടത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന് സവർണ അധ്യാപകൻ ഒരു ദളിത് പയ്യനെ തല്ലിക്കൊന്നത്. ഇതെല്ലാം വർഗീയ ശക്തികളുടെ കളിയല്ലേ സാറേ? ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് UP-യിൽ ദളിതർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഭരണകൂടം കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ലേ? നിങ്ങൾ പാർട്ടിക്കാരനാണല്ലേ? നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്താ സാറേ അങ്ങനെ ചോദിച്ചത്? അല്ല, പറഞ്ഞ ഉടനെ UP-യിലോട്ട് പോയതുകൊണ്ട് ചോദിച്ചാ. നടക്കണൊക്കെ സാറും അറിയുന്നതല്ലേ? വില പോലും അവിടുത്തെ സാധാരണക്കാരൻ. ഈടെ ഭരണം അതല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകം, വാളയാറിൽ തൂങ്ങി മരിച്ച കുട്ടികൾ, വാഴക്കയിൽ തൂങ്ങി മരിച്ച വിജീഷ് ബാബു, തൃശ്ശൂരിലെ വിനായകൻ, പെരുമ്പാവൂരിലെ ജിഷ, അങ്ങനെ നീണ്ട നേരം. ഇതൊന്നും UP-യിലല്ലല്ലോ, കേരളത്തിലല്ലേ? അവരെല്ലാം ദളിതരല്ലേ, സാധാരണക്കാരല്ലേ? ഭരിക്കുന്നവരാണെങ്കിൽ ദളിതർ നെഞ്ചിലേറ്റിയ പ്രസ്ഥാനവും. അതിനൊക്കെ ഇവിടെ കേസ് നടക്കുന്നുണ്ടല്ലോ സാറേ. വർഷങ്ങളായി ഉത്തരേന്ത്യയിൽ എല്ലാവരെയും പിടികൂടുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെന്താ നടക്കാത്തത്?
മധുവിന്റെ കേസിൽ 4 വർഷമായി വേതനമില്ലാതെ പബ്ലിക് പ്രോസിക്യൂട്ടർ പണിയെടുത്തു. വാളയാർ കുട്ടികൾ, വാഴക്കയിൽ തൂങ്ങി മരിച്ച പയ്യൻ ഇന്നും നീതി കിട്ടാതെ ശൂന്യതയിൽ തൂങ്ങിയാടുന്നു. പാർട്ടിക്കാർ പ്രതികളായവരുടെ കേസ് നടത്താൻ കോടികൾ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട്. മുന്തിയ വക്കീലന്മാരെ കൊണ്ടുവരുന്നു. ഇതൊന്നും UP-യിലല്ല, ഇവിടെ തന്നെയാണ്. പക്ഷേ പാവങ്ങളുടെ കേസ് നടത്താൻ മാത്രം ഖജനാവിൽ പൈസയില്ല. ലൈഫ് മിഷനിൽ വീട് കിട്ടിയിട്ടും പണി പൂർത്തിയാക്കാൻ പണമില്ലാതെ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി തുടങ്ങി തൊഴിലാളി ജനത. നമ്മൾ ഒരുപാട് നാളുകൂടി നാട്ടിൽ വന്നതല്ലേ, ചുമ്മാ രാഷ്ട്രീയം പറഞ്ഞ് ബോറടിപ്പിക്കല്ലേ. രാമൻകുട്ടി ഒന്നും തോന്നരുത് കേട്ടോ. സുരേട്ടൻ ഇങ്ങനെയാ, ആരെ കണ്ടാലും രാഷ്ട്രീയം പറഞ്ഞ് ബോറടിപ്പിക്കും. അതിനെന്താ മാഡം, രാഷ്ട്രീയം നല്ലതല്ലേ? രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ആരോഗ്യപരമായ ചർച്ചയാണ്. ഇല്ലെങ്കിൽ ജനങ്ങളെ രാഷ്ട്രീയക്കാരുടെ കോമാളികളാകും. തീർച്ചയായും. പക്ഷെ ഇവിടെ എന്ത് കാട്ടിയാലും അതിനെ ന്യായീകരിക്കാൻ കുറെ ന്യായീകരണ തൊഴിലാളികളുണ്ടല്ലോ. ശരിയാ സാറേ, എല്ലാവർക്കും നിലനിൽപ്പ് തന്നെ പ്രശ്നം. അതിനൊരു വഴിയുണ്ട്, നമ്മുടെ വോട്ടവകാശം. അതിൽ വെള്ളം ചേർക്കാതിരിക്കാൻ. ഇവിടെ നിർത്തിക്കോളൂ. ശരി സാർ. താങ്ക് യു. വരൂ, കയറിയിട്ട് പോവാം. അമ്മേ, ഞങ്ങൾ എത്തി. സാവിത്രി ഏട്ടാ വന്നുട്ടോ. ഏട്ടാ ഏടത്തി വാ, സുഖല്ലേ? പിന്നെന്താ, നീ ഒന്ന് തടിച്ചുട്ടോ സാവിത്രി. ആണോ? എത്ര നാള് കൂടി കാണുകയാ. ഏട്ടന് വാങ്ങാൻ മാറിട്ടോ. വയസ്സായില്ലേ അനിയത്തി? നീയാകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. സാവിത്രി, ഇവൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല നേരത്ത്. നിങ്ങൾ ഡൽഹിയിൽ സുഖമായിട്ട് ജീവിക്കുമ്പോ ഒന്നും അറിയണ്ടല്ലോ. ഞാൻ ഈ പാടത്തൊക്കെ ഒറ്റക്കാണ് പണിയെടുക്കണേ. വരൂ ഏടത്തി, കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. ഇവിടെ റേഞ്ച് ഇല്ല, റേഞ്ച് കിട്ടൂല, കുറവാണ്. തന്റെ കാര്യമല്ല വിളിച്ചിട്ട് കിട്ടാത്തത്. ചായ കുടിച്ചിട്ട് പോവാട്ടോ. വേണ്ട സാറേ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. വീട്ടിലെല്ലാരും പേടിക്കും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ശരി, വാ. ഫീസ് അടയ്ക്കാനുള്ള പൈസ കിട്ടി. ഭഗവതി, നീ കാത്തു. ഇതേ സ്ഥലം വഴി തെറ്റിയാ? ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണല്ലോ. ഓ, ഈ കുന്ത്രണ്ടാണെങ്കിൽ കിട്ടിയില്ല. അയ്യോ, ആന! ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ വഴിയിൽ. ഇയാൾ വഴിയൊന്നും അറിയത്തില്ല. നിങ്ങളൊക്കെ ആരാ? திருட்டு முழுமுழுக்குற என்னடா பிரச்சனை பண்ண வந்ததா? சொல்லடா, உன்னை யார் அனுப்புனது? அந்த மரத்தில் ஒன்று கட்டி போடு. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ അറിയാതെ വഴിതെറ്റി വന്നതാ. ഇത് ഏതാ സ്ഥലം? இது மூர்த்தி மலை, சமரபூமி. இவனை மூப்பக்கிட்ட கொண்டு போகலாம். நடுறாங்க, சீக்கிரம் நடுறா. நடுறாங்க, நடக்கு, வேகம் நடக்கடா. நடக்கிறாங்க, வேகம் கொண்டு போவோம்.
നടക്ക് നടക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. யார் நீ எதுக்கு இங்க வந்த? ഞാൻ പാലക്കാടേക്ക് പോകുന്ന വഴിയാ. ഏതാ സ്ഥലം? മൂർത്തിമല സമരപ്പന്തൽ. മാധു, ഇവങ്ക പച്ചനക്കാരനല്ല, വഴി തെറ്റി വന്നതാണ്. ഞാനും നിരീച്ചു. ഈ അസമയത്ത് ഇപ്പോൾ ഇവിടെ ആര് വരാനാ? കണ്ട പോലീസുകാരും ഫോറസ്റ്റുകാരും അല്ലാണ്ട്. അതെ, എനിക്ക് വഴിയൊന്ന് തെറ്റി. എവിടെ പോകാനായിരുന്നു? എനിക്ക് കുഴൽമന്നാ പോകേണ്ടത്. ഓ, നിങ്ങൾക്ക് പൊൻകണ്ടത്തുനിന്ന് ഇടത്തോട്ടാ പോകേണ്ടിരുന്നത്. വലത്തോട്ട് തിരിഞ്ഞു അല്ലേ? ഇനി ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ കടപ്പാറയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാ മതി. അതെ, ഞാൻ വലത്തോട്ടാ തിരിഞ്ഞത്. അവിടെ ആണെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല വഴി ചോദിക്കാൻ. കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? മാധുവോ? വാങ്ങ. நீங்க போங்கோ, இவர் பிரச்சனைக்காரனல்ல. நீங்கள் எல்லாரும் குர்மாலிக்காவில் உற்சவத்தின் ஒர்க்கங்களை நடத்து போங்க, நாங்க பின்னாடி வேற. ഇരിക്കി. നിങ്ങൾ വല്ല കഴിച്ചാർന്ന? വരുന്ന വഴിക്ക് കടയൊന്നും കണ്ടില്ല. നല്ല വിശപ്പുണ്ട്. കുറച്ച് വെള്ളം കൂടെ തരുമോ? ഓ, ഇവിടുത്തെ വെള്ളത്തിന് നല്ല ടേസ്റ്റ് കേട്ടോ. ഇതാ, ഇത് കാടല്ലേ സാറേ. ഇവിടെ ഒന്നിനും കലർപ്പില്ല. അത് മനുഷ്യനാണേലും വെള്ളമാണേലും. മാധുവോ, ആ, എന്തെങ്കിലും തിന്നാനുണ്ടാക്ക്. എന്നാ നിങ്ങളിവിടെ കൂട്ടം കൂടിയിരിക്കും. ഞാൻ എന്തെങ്കിലും തിന്നാനുണ്ടാക്കാം. നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിക്കുമോ? അതെന്താ മൂപ്പ അങ്ങനെ പറഞ്ഞത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇപ്പോൾ ഒരു ആനയെ കിട്ടിയാലും ഞാൻ കഴിക്കും. അത്ര വിശപ്പുണ്ട് എനിക്ക്. സത്യം പറഞ്ഞ മൂപ്പ, നിങ്ങൾ ആൾക്കാർ പന്തവും കൊണ്ട് കാറ് വളഞ്ഞപ്പോഴേ ഞാൻ നന്നായി പേടിച്ചു. അല്ല മൂപ്പ, ഈ കൊടിയും ബോർഡും ഒക്കെ എന്തിനാ അവിടെ വച്ചിരിക്കുന്നേ? ഭൂസമരം, ഞങ്ങളുടെ മണ്ണ് തിരിച്ചു പിടിക്കാൻ. അതിനെന്തിന് ഭൂസമരമൊക്കെ നടത്തുന്നത്? തല ചായ്ക്കാൻ. മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് വേണ്ടേ? അതിനാണ് ഈ ഭൂസമരം. അതല്ലാതെ ഞങ്ങൾക്ക് റിസോർട്ട് കെട്ടാനോ അമ്യൂസ്മെന്റ് പാർക്കിനോ അല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പേടിയില്ലാതെ കിടന്നുറങ്ങാൻ ഒരു കൂരയ്ക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യും. ഭൂസമരം ഭരിക്കുന്ന സർക്കാരിന് എന്നും ഒരു തലവേദനയാണ്. അത് അടിച്ചമർത്താൻ സർക്കാർ പല വഴികളും കണ്ടെത്തും. അതിജീവിക്കാൻ ഞങ്ങളും. അല്ലെങ്കിലും ഭരിക്കുന്ന സർക്കാരിന് ഭൂസമരങ്ങൾ എന്നും ക്ഷീണം. സമരം പൊളിക്കാൻ സർക്കാർ പോലീസിനെ വിടും. മാവോയിസ്റ്റുകളെന്ന് പറഞ്ഞ് കള്ളക്കേസിൽ കൊടുക്കും. പാർട്ടിക്കാരെ സമരാനുകൂലികളെന്ന് പറഞ്ഞ് ഊരിലേക്ക് അയച്ച് ഞങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരെ ഞങ്ങൾക്ക് സംശയമാണ്. ഓ, അതുകൊണ്ടാണ് എന്നെ കണ്ടതും ആള് കൂടിയത് അല്ലേ? നിങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ അങ്ങനെ വിചാരിച്ചേ, അല്ലാതെ ഞങ്ങൾ അക്രമകാരികളല്ല. സാറേ, കാട്ടിൽ കിടക്കുന്ന വന്യമൃഗങ്ങളെയല്ല ഞങ്ങൾക്ക് പേടി, നാട്ടിലുള്ള ആളുകളെയാണ്. നല്ല തണുപ്പുണ്ടല്ലേ? ഇത് ധനുമാസ, തിരുവാതിര വരെ ഇങ്ങനെയുണ്ടാവും. മൂപ്പ, നമുക്ക് ഉത്സവത്തിന് പോണ്ടേ? നമ്മുടെ വിരുന്നുകാരനല്ലേ ഇത്, നമുക്ക് ഒന്നിച്ചു പോവാലോ. നീ ഇവിടെ വന്നിരി. മുമ്പ് ഇതുപോലൊരു രാത്രിയിലെ ഫോറസ്റ്റുകാരൻ ഞങ്ങളെ തല്ലി ചതച്ചു. കാട് കയ്യേറിന്നും പറഞ്ഞ് ഞങ്ങളെ കള്ളക്കേസിൽ കുടുക്കി. എന്നെയും ആളുകളെയും പിടിച്ചോണ്ട് പോയി ലോക്കപ്പിൽ അമ്മണമായി കിടത്തി. എന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു.
നാട്ടിൽ ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് കാട് കയ്യേറേണ്ട കാര്യമുണ്ടോ? ഞങ്ങളന്ന് പ്രശ്നത്തിന് പോയതല്ല, മന്ത്രിക്കൊരു നിവേദനം കൊടുക്കാൻ പോയതാ. പക്ഷെ ഞങ്ങൾ പിടിച്ച് ജയിലിലടച്ചു. പിറ്റേന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ വക്കീലുമായി വന്ന ഞങ്ങളെ പുറത്തിറക്കിയത്. ചിലരുടെ ലക്ഷ്യം ഈ കാടാ. ഇവിടെ ഈ കാട്ടിൽ ജനിച്ചു വളർന്ന ഞങ്ങൾ കയ്യേറ്റക്കാർ പല ദിക്കിൽ നിന്നും വന്ന് കാട് വെട്ടി വെളിപ്പിച്ച് റബ്ബറും പൈനാപ്പിളും കൃഷി ചെയ്ത് മണ്ണിനെ നശിപ്പിക്കുന്നവർ കുടിയേറ്റക്കാർ. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളെ കണ്ട ചതുർത്ഥ്യ. ഞങ്ങൾ ചെയ്ത തെറ്റെന്താ? ഈ കാടിനെ സംരക്ഷിക്കുന്നതോ? ഈ ഫോറസ്റ്റുകാരെക്കാളും നന്നായി കാടും കാട്ടുജീവികളൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം സാറേ. അപ്പനപ്പൂപ്പന്മാരായി ഞങ്ങളതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് കിട്ടണം, ഇല്ലെങ്കിൽ ഞങ്ങളെ അവർ കൊല്ലേണ്ടി വരും. അതവര് ചെയ്യില്ല. മന്ത്രിസഭ താഴെ പോകുന്നറിയാം. അപ്പോ ഞങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കാൻ എന്ന പേരിൽ പണ്ട് ആരോഗ്യ പ്രവർത്തകരെ ഇറക്കി. ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൊണ്ട് ഗുളിക കഴിപ്പിച്ചു. അതോടെ ഞങ്ങളുടെ വംശം ഇല്ലാതാവുമല്ലോ. സാർക്കറിയോ ഇവിടെ എത്ര പെണ്ണുങ്ങൾക്ക് ഇത് കാരണം കൂടിയപ്പാട് മുടങ്ങിയിട്ടുണ്ടെന്ന്? ഈ പറഞ്ഞതൊക്കെ നേരാണോ മൂപ്പ? അങ്ങനെ ഞങ്ങളെ ഇല്ലാതാക്കാൻ അവരെന്ത് കളിയും കളിക്കും. ജീവൻ നിലനിർത്താനായി അല്ലെങ്കിൽ വംശം നിലനിർത്താനായി ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഈ മണ്ണിന്റെ അവകാശിയായി പോയില്ലേ? ഞാൻ വേലയ്ക്ക് പോട്ടെ മൂപ്പ. നീ പോയിക്കോ. നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ഇവിടെ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് വലിയ സദ്യ തരാനൊന്നും ആവുന്നില്ല. അയ്യോ അതൊന്നും വേണ്ട, ഇത് തന്നെ ധാരാളം. വിശപ്പ് മാറിയാ മതി. ചമ്മന്തിക്ക് നല്ല ടേസ്റ്റാ കേട്ടോ. നിനക്ക് ഇഷ്ടായോ? ആ അത് മതി. എന്തൊക്കെയോ എനിക്കറിയാവുന്ന പോലെ ഉണ്ടാക്കിയതാ. ഇത്രയും പേർക്കൂടെ ആഹാരം വച്ച് വിളമ്പാനുള്ള പൈസയൊക്കെ എവിടെ നിന്ന്? അല്ല, ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. കുറച്ച് ആളുകൾ ഇപ്പോഴും പണിക്ക് പോകും. പട്ടണത്തിൽ നിന്ന് കുറച്ചൊക്കെ പിരിച്ചെടുക്കും. ഞങ്ങൾ പെണ്ണുങ്ങൾ തൊഴിലുറപ്പിനും പോകും. റേഷൻ കടയിൽ നിന്ന് പഴയ പോലെ അരിയൊന്നും കിട്ടാറില്ല. തോൽക്കാൻ പറ്റുമോ? സമരം വിജയിപ്പിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമായി പോയില്ലേ സാറേ? വർഷം എത്ര കഴിഞ്ഞാലും ഞങ്ങൾ തോറ്റുകൊടുക്കില്ല. ഈ മണ്ണിൽ ഞങ്ങളുടെ മക്കൾക്കെങ്കിലും സമാധാനമായി തലചായ്ക്കണം. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ കരിയണം. അടിച്ചൊതുക്കിയാൽ ഞങ്ങൾ വീണ്ടും എണീറ്റ് വരും. ഞങ്ങൾക്ക് ഭരണഘടന പ്രകാരമുള്ള ഭൂമി കിട്ടണം. അത് ഞങ്ങളുടെ അവകാശമാണ്. തലചായ്ക്കാൻ ഒരു തരി മണ്ണിനായി പോരാടുന്ന ഈ മനുഷ്യരുടെ സഹനം എത്ര വലുതാണ്. എന്തായാലും വന്നു പെട്ടില്ലേ, ഇനി ഉത്സവം കൂടിയിട്ട് അങ്ങോട്ട് പോവാം. ആയിക്കോട്ടെ. സമരം കാരണം എങ്ങോട്ടും പോവാറില്ല. ഇത് പറ്റാത്തോണ്ടാണേ. നമ്മൾ കാണാൻ പോകണ തെയ്യക്കോലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കൊലപ്പൊട്ടനാ, വിളിച്ചാ വെളിപ്പുറത്തുണ്ടാവും. അന്ന് കാലത്ത് പൊട്ടത്തരത്തിലൂടെ നാട്ടിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പൊരുതി ശങ്കരാചാര്യരുടെ ഉറക്കം കെടുത്തയാളാ സാക്ഷാൽ പരമശിവന്റെ അവതാരം. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് പോവാം. ഇത് കാണുന്ന ഒരു പുതിയ അനുഭവമായിരിക്കും. സമരപ്പന്തലിൽ ഞാൻ നിൽക്കാം മൂപ്പ, നിങ്ങൾ പോയിട്ട് വരും. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം.
நாங்க இங்க நிக்கிறோம், உள்ள திக்கி முக்குறோம், இருந்தும் நீ காணவில்லை, ஏனா நீ மனிதனில்லை. நாங்க இங்க நிக்கிறோம், உள்ள திக்கி முக்குறோம், இருந்தும் நீ காணவில்லை, ஏனா நீ மனிதனில்லை. இந்த காடு ഞങ്ങളെ, இந்த நாடு ഞങ്ങളെ, இந்த மண்ணு ഞങ്ങളെ. വന്നവൻ നീ ഉണ്ടാക്കിയ നിയമം, നീ നിയമം ഉരുവാക്കുമ്പോൾ എങ്ക കിട്ടത് കേട്ടിയാ കേട്ടിയാ കേട്ടിയാ. மண்ணை உணர்ந்து பாரு, காற்றை அழித்து பாரு, மக்களோடு வாழ்ந்து பாரு, காட்டை ரசித்து பாரு. மண்ணை உணர்ந்து பாரு, காற்றை அழித்து பாரு, மக்களோடு வாழ்ந்து பாரு, காடை ரசித்து பாரு. இது எங்கள் நீதி, மண்ணின் நீதி. எங்கள் அம்பேத்கர் ஐயா வாங்கி தந்த ஒட்டுரிமை, அதுதான் எங்கள் ஆயுதம். மண்ணுக்காக போராடி மண்ணோடு மண்ணாகி காலங்கள் கடந்து போதும் உரிமை இன்று கனவாகி. மண்ணுக்காக போராடி மண்ணோடு மண்ணாகி காலங்கள் கடந்து போதும் உரிமை இன்று கனவாகி. போராடி 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 வா. போராடி 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 வா. உனக்கு அது புரியாது, குறை சொல்ல முடியாது, வரலாறு தெரியாது, சரித்திரம் படிசார். உனக்கு அது புரியாது, குறை சொல்ல முடியாது, வரலாறு தெரியாது, சரித்திரம் படிசார். போராடி 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 வா. போராடி 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 வா. மண்ணை உணர்ந்து பாரு, காற்றை அழித்து பாரு, மக்களோடு வாழ்ந்து பாரு, காட்டை ரசித்து பாரு. மண்ணை உணர்ந்து பாரு, காற்றை அழித்து பாரு, மக்களோடு வாழ்ந்து பாரு, காடை ரசித்து பாரு. மண்ணை உணர்ந்து பாரு, காற்றை அழித்து பாரு, மக்களோடு வாழ்ந்து பாரு, காட்டை ரசித்து பாரு. மண்ணை உணர்ந்து பாரு, காற்றை அழித்து பாரு, மக்களோடு வாழ்ந்து பாரு, காடை ரசித்து பாரு. போராடி 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 வா. போராடி 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 வா. മുപ്പാ, ഭൂസമരങ്ങളെക്കുറിച്ച് എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ഇന്നത് മാറിക്കിട്ടി. ഒരുപക്ഷെ പാർട്ടിക്കാരൻ്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ലെന്ന് വരാം, പക്ഷേ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എന്നെപ്പോലെ ചിന്തിക്കുന്ന അനേകം പേരുണ്ട് എൻ്റെ പാർട്ടിയിൽ. അത് കേട്ടാൽ മതി മക്കളെ. നിങ്ങളുടെ തുറന്ന മനസ്സിനും പകുത്തു തന്ന ഭക്ഷണത്തിനും ജീവിതകാലം മുഴുവനും ഞാൻ കടപ്പെട്ടിരിക്കും. ഒരിക്കലും മറക്കില്ല. ഉടനെ തന്നെ ഞാൻ വരാം. എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. ഒന്ന് തന്നില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അത് തന്നെ വലിയതാ ഞങ്ങൾക്ക്. നിങ്ങളെ പോലുള്ളവരൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആശ്വാസം. ഉറപ്പായിട്ടും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. വരാം. ശരി. ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകാൻ പറഞ്ഞത്? ഇന്നത്തെ ദിവസം മൊത്തം ശരിയല്ല.
അച്ഛാ, ചേട്ടാ ഹൈവേ ഒരു ലിഫ്റ്റ് വരുമോ? ഏർലി മോർണിംഗ് എറണാകുളത്ത് എത്താനുള്ളതാ. കയറിക്ക്. എറണാകുളത്ത് എവിടേക്കാ? ഞാൻ മഹാരാജ് കോളേജിൽ PhD ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ഗൈഡിനെ കൊണ്ട് തീസിസ് സൈൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാ. അതിന് ഇത്ര നേരത്തെ പോകണോ? സാറ് രാവിലെ 7 മുതൽ 9 മണി വരെ അപ്പോയിൻമെൻറ്റ് തരത്തുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പോണത്. എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. ഞാൻ റോഡിൽ ഒരാളെ തേടുകയായിരുന്നു. ചേട്ടന് വഴി തെറ്റിയതാണല്ലേ? വഴി തെറ്റിയെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി. അട്ടാ ചേട്ടൻ എങ്ങോട്ടാ പോകേണ്ടത്? എനിക്ക് പോകേണ്ടത് കുഴൽമന്ദത്തിനാണ്. ഹൈവേ എത്തിയോ? ഞാനും ഹൈവേയിലേക്കാണ്. ആണോ? ഹൈവേന്ന് ഇടത്തോട്ട് പോയാൽ പാലക്കാട്, വലത്തോട്ട് തൃശ്ശൂർ. ചേട്ടൻ ഇടത്തോട്ട് പോയാൽ മതി. ചേട്ടൻ നിർത്താതെ പോയപ്പോൾ ഞാൻ ആകെ ഡെസ്പായി പോയി. 7:30 എത്തിയില്ലെങ്കിൽ ഇത്തവണത്തെ യാത്രയും വൃത്തിയോ. ഇതും കൂട്ടി 5ാമത്തെ വട്ടാ ചേട്ടാ. സോറി മോനെ, രാത്രിയല്ലേ. അതുമല്ല, ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാനും പറ്റില്ല. ഈ അടുത്തല്ലേ 2 പേര് ലിഫ്റ്റ് ചോദിച്ച് രാത്രിയിൽ ഒരു ടാക്സിക്കാരനെ വെട്ടിക്കൊന്ന് വണ്ടിയായിട്ട് കടന്നിളഞ്ഞു. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ശരിയാ, രാത്രിയല്ലേ, ആരായാലും പേടിച്ചു. സോറി കേട്ടോ, ഞാൻ അത്രക്കാരനല്ല. അയ്യോ, ഞാൻ മോനെ പറഞ്ഞതല്ല, ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞു. മനസ്സിലായി. എനിവേ താങ്ക്സ് ചേട്ടാ. എൻ്റെ മോളെ BSc നഴ്സിംഗ് പഠിക്കാൻ അങ്ങ് മംഗലാപുരത്ത്. സത്യം പറഞ്ഞാൽ ഈ മാസത്തെ ഫീസ് അടച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഓട്ടം കിട്ടിയത്. എന്തായാലും നാളെ അക്കാര്യം നടക്കും. ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ കോഴ്സൊക്കെ കിട്ടാക്കാനിയാ. ചേട്ടൻ്റെ മോൾക്ക് സഹായത്തിനായി ചേട്ടനയിലുണ്ടായില്ലേ? മോനും PhD പഠിക്കുന്നത്, അതും വലിയ കോഴ്സല്ലേ. അതുമല്ല, നിങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടി സർക്കാർ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നില്ലേ? അപ്പനും അമ്മയ്ക്കും പഠിപ്പും വരുമൊന്നുമില്ല കേട്ടാ. ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ട്രൈബൽ ഹൗസിലെത്തി. അവിടെയാണ് കൃത്യമായി സ്റ്റൈപ്പൻറ്റും കിട്ടാറില്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് നല്ല ഭക്ഷണവും സൗകര്യവും ഇല്ല. പരാതിപ്പെട്ടാലോ അടിയും കള്ളക്കേസും ഉറപ്പാണ്. പ്രശ്നം ഉണ്ടാക്കിയ പഠിപ്പ് തീർത്ത് വീണ്ടും ഊരിലേക്ക് പോയി കാട്ടിൽ ജീവിക്കേണ്ടി വരും. ഞങ്ങളുടെ പേരിൽ കുറേ ഉദ്യോഗസ്ഥന്മാരും NGOകളും ഇവിടെ കോടീശ്വരന്മാരായി. എന്നാലും അവർക്കിടെ ചില നല്ല മനുഷ്യരുടെ സഹായം കൊണ്ട് അവിടെ പഠിച്ചു. ഇപ്പോൾ ഒരു PhD സ്റ്റുഡൻ്റ് ആകാനും കഴിഞ്ഞു. അല്ല മോനെ, ഈ സംവരണം ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും. പക്ഷേ നമ്മളെ കാര്യം അങ്ങനെയല്ല. ആകെ ഉണ്ടായിരുന്ന 2 പശുക്കളെ വിറ്റിട്ടാണ് ഞാൻ എൻ്റെ മോളെ മംഗലാപുരത്ത് ചേർത്തത്. മോള് പഠിച്ച് ജോലി കിട്ടുമ്പോൾ പശുവിനെ ഇനിയും വാങ്ങിക്കാമല്ലോ. അതൊക്കെ സർക്കാർ ആശുപത്രി കിട്ടിയാലല്ലേ കാര്യമുള്ളൂ. പ്രൈവറ്റ് ആശുപത്രി കിട്ടിയിട്ട് എന്താക്കാനാ? നിങ്ങളുടെ ജാതിയിലെങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു. അതാകുമ്പോൾ പഠിച്ചോറിന ജോലി കിട്ടുമല്ലോ. ജാതിയുടെ സംവരണത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാതെയാണ്. സംവരണം പോലും. ഞങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ജീവിക്കണം. സംവരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം നിങ്ങൾക്കല്ലേ? അത് ചേട്ടൻ്റെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ സംവരണം എല്ലാവർക്കും തുല്യമായാണ് ബാബാ സാഹിബ് അംബേദ്കർ വിഭാവനം ചെയ്തത്. സംവരണം എന്നതൊരു സാമ്പത്തിക പദ്ധതിയല്ല, മറിച്ച് 8ാം നൂറ്റാണ്ട് മുതൽ അടിമത്വവും കഷ്ടതയും അനുഭവിച്ച് ഒരിക്കലും ഈ നാട് ഭരിച്ചിരുന്ന ജനതയ്ക്ക് സ്വാതന്ത്ര്യാനന്തരം തുല്യനീതി ലഭിക്കാനായി ഉണ്ടാക്കിയ ഒരു സെറ്റിൽമെൻറ്റാണ് ഈ സംവരണം. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സംവരണം കൊണ്ട് കൂടുതൽ ഗുണം കിട്ടിയത് നിങ്ങൾക്ക് തന്നെയാണ്. പിന്നെ ചേട്ടൻ്റെ ജാതിക്കാർക്ക് സംവരണം കുറഞ്ഞത് ഞങ്ങൾ കാരണമല്ല. സംവരണം എല്ലാവർക്കും തുല്യമാണ്. പക്ഷേ ചേട്ടൻ്റെ വിഭാഗത്തിൽ വിദ്യാഭ്യാസമുള്ളവർ കൂടുതലാണ്. പോരാത്തതിന് സബ് കാസ്റ്റുകളും കൂടുതലാണ്. എൻ്റെ ആളുകൾക്ക് പഠിപ്പ് കുറവായതിനാൽ സംവരണം കിട്ടിയത് അറിയുന്നു. ഞങ്ങളിൽ പഠിച്ച ആളുകളും കുറവാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആനുകൂല്യങ്ങൾ മുഴുവൻ ഞങ്ങൾ വാങ്ങിച്ചതായി നിങ്ങൾക്ക് തോന്നും. പക്ഷേ കണക്ക് നോക്കുമ്പോൾ 12% കൂടുതൽ സംവരണവും നിങ്ങൾക്കാണ്. റേഞ്ച് വന്നു മോനെ, ഒരു മിനിറ്റേ. ഹലോ 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 അതെ, ഫോണിലെ റേഞ്ച് ഇല്ലായിരുന്നു, വഴി തെറ്റിയതാ. ഇപ്പോൾ കറക്റ്റായി, ഞാൻ ഇപ്പോൾ എത്താം. ശരി. വേണോ? വേണ്ട. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാ MDയും കഞ്ചാവൊക്കെ അല്ലേ? ഇതുതന്നെയാണ് ചേട്ടാ എൻ്റെ PhD തീസിസ്. ലഹരിക്ക് അടിമപ്പെടുന്ന യുവതലമുറ. അപ്പം നല്ല പണി കിട്ടി കാണുമല്ലോ. തീർച്ചയായും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു.
ഞങ്ങൾ കോളനിക്കാർ മദ്യവും മയക്കുമരുന്നും പിടിച്ചുപറിയുമായി നടക്കുന്നവരാണെന്ന് പരക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പറഞ്ഞതിൽ എന്താ തെറ്റ്? എൻ്റെ വീടിനടുത്തുള്ള കോളനിയിലെ മിക്ക ചെറുപ്പക്കാരും ഇതുപോലത്തെ കേസിലെ പ്രതികളാണ്. ഞാനൊന്ന് പറയട്ടെ ചേട്ടാ, ഒരു ബസ്സിൽ വെച്ച് അല്ലെങ്കിൽ പൊതുയിടത്ത് വെച്ച് മോഷണം നടന്നാൽ ആദ്യം നിങ്ങൾ തേടുന്നത് മുഷിഞ്ഞ വസ്ത്രവും മുടിയും താടിയും കറുത്ത കളറുമുള്ള ഒരാളെ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കോളനിക്കാർ കള്ളന്മാരാണെന്ന്. ഞങ്ങളെ കള്ളന്മാരും മദ്യപാനികളുമാക്കിയതാരാ? ഒരിക്കലും കാട് ഭരിച്ചിരുന്ന ഞങ്ങളെ പല നിയമങ്ങൾ ഉണ്ടാക്കി കുടിയിറക്കി ഞങ്ങളുടെ ഭൂമി തട്ടിയെടുത്ത് ഞങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കിയിട്ടതാരാ? സന്തോഷമായി കാട്ടിൽ കഴിഞ്ഞിരുന്ന ഞങ്ങളെ കോളനികൾ താമസിപ്പിച്ച് ഞങ്ങളുടെ തൊഴിലും ജീവിത രീതിയും ഇല്ലാതാക്കി ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റിയതാരാ? നീ കമ്മ്യൂണിസ്റ്റാ? അറിവില്ലാത്ത കാലത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റായിരുന്നു. ഇപ്പോൾ അല്ലാന്ന് പറയും. ഇന്ന് ഞാനൊരു അംബേദ്കറിസ്റ്റാ. ഞാനും ഭരണഘടനാ ശില്പിയുടെ ഒരു ആരാധകനാണ്. ഡോക്ടർ അംബേദ്കർ കോട്ടിട്ടതിനും വെറും ബാരിസ്റ്ററായ മഹാത്മാഗാന്ധി ഷർട്ട് ഉപേക്ഷിച്ചതിനും വ്യക്തമായ ചരിത്രമുണ്ട്. ഇന്ത്യയിലെ ജാതിയുടെ ചരിത്രം. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ജാതി ഉണ്ടോ മോനെ? ഉണ്ട് ചേട്ടാ. ജാതി അതിൻ്റെ ആധുനിക രൂപത്തിൽ ഇന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ തലമുറ ഇന്നും ജാതി എന്ന ശാപവും പേര് നടക്കുക. പ്രേമിച്ച പെണ്ണിനെ പോലും ജാതിയുടെ പേരിൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ചേട്ടനറിയോ? വേരുകൾ മണ്ണീനെ പ്രണയിച്ച നാളിൽ വേനൽ മനസ്സിലും നീരണിഞ്ഞു. വേരുകൾ മണ്ണീനെ പ്രണയിച്ച നാളിൽ വേനൽ മനസ്സിലും നീരണിഞ്ഞു. മുള്ളിനും പൂവിനും തമ്മിൽ കൊരുക്കുന്ന പൊള്ളുന്ന സ്നേഹം ഞാനറിഞ്ഞു. ഈ വഴിത്താരയിൽ നീ വന്നു ചേരുകിൽ ഈറൻ മനസ്സുമായി കാത്തു നിൽക്കേ. ജാലകവാതിലിൽ നിൻ വിരലോർമ്മയിൽ നാളുകളേറെ ഞാൻ ഓർത്തു നിൽക്കേ. ജീവനിൽ പൂവിടും നക്ഷത്രമായി നീ പ്രാണനിൽ വിപ്ലവ നാളമായി സഖിയേ നിൻ തോൾ ചേരെ ചെമ്മുകിലായി താനെ ഇനിയെന്നും ഹൃദയോരം പടരുകയായി നീ. സഖിയേ നിൻ തോൾ ചേരെ ചെമ്മുകിലായി താനെ ഇനിയെന്നും ഹൃദയോരം പടരുകയായി നീ. അതായിരുന്നു തുടക്കം. വിവാഹം കഴിക്കാനുള്ള ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ പാർട്ടിക്കാരെ അറിയിച്ചു. അവർ ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതവും പിന്തുണയും നൽകി. എന്നിട്ട് ആയിടയ്ക്കാണ് കെവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ ജാതിക്കെതിരെ ക്യാമ്പയിൻ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ ചെറിയൊരു കശപിശ ഉണ്ടായി. എന്താ നിങ്ങളുടെ പ്രണയം വീണ്ടും ഒരു കെവിനെ സൃഷ്ടിക്കോ? പ്രേമിക്കാൻ നിനക്കൊരു നായർ പെൺകുട്ടിയെ കിട്ടിയുള്ളോ? ശ്രുതി ശ്രുതി ശ്രുതി
എതിരാളികൾ എന്നെ ആദിവാസിയാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു. ആദിവാസിയാകുന്നതിൽ എന്താ തെറ്റ്? ശരിയും തെറ്റും എനിക്ക് അറിയില്ല ചേട്ടാ. പക്ഷെ ഞാൻ പ്രേമിച്ചത് ഒരു ലോക്കൽ സെക്രട്ടറിയുടെ മകളും പേരിൻ്റെ അറ്റത്ത് വാലുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. ശ്രുതി എനിക്കൊരു കാര്യം പറയണം. എന്താ പറയ്, പെട്ടെന്ന് പറയണം, എനിക്ക് പോണം. മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാടോ ചെയ്തേ? എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങൾ ആദിവാസിയാണെന്ന്. എൻ്റെ വീട്ടുകാരിത് സമ്മതിക്കില്ല. സോറി. വേരുകൾ മണ്ണിനെ പ്രണയിച്ച നാളിൽ വേനൽ മനസ്സിലും നീരണിഞ്ഞു. വേരുകൾ മണ്ണിനെ പ്രണയിച്ച നാളിൽ വേനൽ മനസ്സിലും നീരണിഞ്ഞു. മുള്ളിനും പൂവിനും തമ്മിൽ കൊരുക്കുന്ന പൊള്ളുന്ന സ്നേഹം ഞാനറിഞ്ഞു. ശ്രുതി നായരാണെന്നും ഞാൻ ആദിവാസിയാണെന്നും ഞങ്ങൾ പരസ്പരം അറിഞ്ഞ അന്നായിരുന്നു. നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി, ധീവര, വിശ്വകർമ്മ, അങ്ങനെ എണ്ണിയാ തീരാത്ത മാട്രിമോണി പരസ്യം വെച്ച് ഇന്നത്തെ കാലത്ത് ആരാണപ്പാ ജാതി നോക്കുന്നതെന്നൊക്കെ പറയുന്നത് മലർന്നു കിടക്കുന്ന തുപ്പുന്ന പോലെയല്ലേ. ചിലരൊരു പടി മുകളിൽ പോയി ഹിന്ദുവിൽ ഏതും ആവാം, SC/ST ഒഴികെയെന്ന് വേറെ പരസ്യം കൊടുക്കാറുണ്ട്. പാർട്ടി കുടുംബത്തിൽ അംഗം എന്ന നിലയിൽ ജാതി ഞങ്ങൾക്കിടയിൽ പ്രശ്നമില്ലെന്ന് ധരിച്ച ഞാൻ വെറും വിഡ്ഢിയായി. ജാതിവാലിന് ഉയർച്ചയും താഴ്ചയും നിശ്ചയിക്കാൻ കഴിയുന്ന കാലത്തോളം ജാതി ഒരു പ്രശ്നം തന്നെയാണ് ചേട്ടാ. എത്രയൊക്കെ ആദർശങ്ങൾ പറഞ്ഞാലും സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാകും മോനെ. അതിൽ സഖാവെന്നോ മറ്റുള്ളവരെന്നോ യാതൊന്നുമില്ല, ഒക്കെ കണക്ക് തന്നെ. ചേട്ടാ മനസ്സ് തൊട്ട് പറയൂ, കമ്മ്യൂണിസത്ത് ജാതിയില്ലേ? നമ്മുടെ നേതാക്കന്മാർ ദളിത് വീടുകളിൽ കല്യാണത്തിന് പോയി തിരക്ക് അഭിനയിച്ച് പഴം കഴിച്ച് മടങ്ങുന്നത് ജാതിയല്ലേ? അതിപ്പോൾ ജാതി ഉണ്ടെന്ന് പറയണോ അതോ ഇല്ല എന്ന് പറയണോ? നീ വണ്ടി കയറ്, നമുക്ക് പോവാം. എന്താ ഇത്ര വർഷമായിട്ടും ഈ പാർട്ടിയിൽ ദളിതരിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ഇല്ലാത്തത്? ദളിതർക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ അതോ പഠിപ്പില്ലാഞ്ഞിട്ടാണോ? അത് നീ പറയുന്നത് തെറ്റാണ്. എത്രയോ ദളിതർ പാർട്ടിയുടെ ഉന്നത സ്ഥാനം വഹിച്ചിട്ടുണ്ട്. MLA-മാരില്ലേ, മന്ത്രിമാരില്ലേ? ഡോക്ടർ അംബേദ്കർ പൊരുതി നേടി തന്ന കമ്മ്യൂണൽ അവാർഡും വോട്ടവകാശം ഇല്ലെങ്കിൽ കാണായിരുന്നു ഈ ദളിതരുടെ സ്ഥാനം. കാലാകാലങ്ങളായി അന്ന് ജാതി അടിമത്വമാണെങ്കിൽ ഇന്ന് രാഷ്ട്രീയ അടിമത്വം. ഈ വർഗം അടിമത്വം ആഭരണമാക്കി അതും പേറി നടക്കുന്നു. ഓക്കെ ഞാൻ തർക്കിക്കാൻ വരുന്നില്ല. നേരം വെളുത്തു തുടങ്ങിയല്ല, നിന്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയല്ലേ നേരം പോകണമെന്നറിയില്ല. നമുക്ക് പോവാം. ആയിക്കോട്ടെ. എന്തായി നിങ്ങളുടെ തീസീസ്? കൊറോണ കാലത്ത് അതിർത്തി കടന്ന ഒരു ഈച്ച പോലും വരാനും പോകാൻ ഇത്രയധികം ശ്രദ്ധിച്ചിരുന്ന സർക്കാരിന് അതിർത്തി കടന്നു വരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ തടയാൻ കഴിയില്ലേ? ഇവിടുത്തെ ക്യാമ്പസുകളിൽ കുട്ടികളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കി ക്രിമിനൽസാക്കി മാറ്റുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ലേ? അവർക്ക് വേണ്ടത് രക്തം തിളയ്ക്കുന്ന യുവത്വമാണ്. അതുകൊണ്ട് തന്നെ ലഹരി നമ്മുടെ നാട് വിട്ട് പോവില്ല. ക്യാമ്പസുകളിലെ അൺനെസസറി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലാണ്ടായാൽ തന്നെ ഈ ലഹരി മാഫിയ ഇവിടെ ഇല്ലാണ്ടാവും. അത് മോൻ പറഞ്ഞത് കറക്റ്റായിട്ടാ. ലഹരിക്കടിമപ്പെടുത്തി പാർട്ടിക്ക് വേണ്ടി ബലിയാടുകളാകുന്നത് ദളിതരും പിന്നോക്കക്കാരും. പക്ഷേ പാരിതോഷികങ്ങളും സ്ഥാനമാനങ്ങളും അപ്പർ ക്ലാസ്സുകാർക്കും. എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ട. അത് മോൻ പറഞ്ഞത് ശരിയാണ് കേട്ടാ. ഒരൊറ്റ നേതാക്കന്മാരെ മക്കള് നാട്ടിലില്ല, ഒക്കെ വിദേശത്താ. തല്ലുകൊള്ളാനും ചാവാനും നമ്മളെ പോലെ പാവങ്ങൾ മാത്രം. അല്ല മോ എപ്പോഴും പാർട്ടിയിലുണ്ടോ? എന്നെ പാർട്ടിയിൽ നിന്ന് എപ്പോഴേ പുറത്താക്കി. അതാണ്, എങ്ങനെ പുറത്താക്കാതിരിക്കും? സത്യം പറയുന്നവരെയും നേതാക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും വെട്ടി നിറച്ച ചരിത്രമല്ലേ നമ്മുടെ പാർട്ടിക്കുള്ളൂ. അല്ല നിന്നെ എന്തിനാ പുറത്താക്കിയത്? നാട്ടിൽ ലൈബ്രറി കെട്ടിടം പണിയാൻ കിട്ടിയ TDS ഫണ്ട് പാർട്ടി ഓഫീസ് പണിയാൻ ഉപയോഗിച്ചു. അത് ഞാൻ ചോദ്യം ചെയ്തു. പിന്നെ നേതാവിൻ്റെ മകളുമായി പ്രണയം, പാർട്ടിക്കാരെ ചോദ്യം ചെയ്യൽ, അങ്ങനെ 1000 പരാതി. സത്യം പറഞ്ഞാൽ നീ ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നത് ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. ഭീഷണികൾ കുറേ ഉണ്ട്. എൻ്റെ PhD പോലും ഇന്ന് എങ്ങും എത്താതെ നിൽക്കുന്നത് തന്നെ എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് 5ാമത്തെ തവണ എന്നെ തിരിച്ചയക്കുന്നത്. എൻ്റെ ഗൈഡ് ഡോക്ടർ രാമേന്ദ്രൻപിള്ള എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ ചേട്ടന്? വല്ല എലിയും പന്നിയും പിടിച്ച് ജീവിക്കുന്നവനൊക്കെ
PhD എടുത്തിട്ട് എന്ത് നേടാനാണ്? നിന്റെ കഥ കേൾക്കുമ്പോഴേ എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ നിനക്ക് PhD എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് നേടണം ചേട്ടാ. ഞങ്ങൾക്ക് എലിയും പന്നിയും പിടിക്കാൻ മാത്രമല്ല, പഠിക്കാനും അറിവ് നേടാനും കഴിയുമെന്ന് ഈ ജനതയ്ക്ക് മുമ്പിൽ തെളിയിക്കണം. അതിനുവേണ്ടി എനിക്ക് ഈ PhD കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഇതെൻ്റെ ജനതയ്ക്ക് പിറന്ന നാട്ടിൽ നിവർന്നു നിൽക്കാൻ വേണ്ടിയാണ്. ആ, ഹൈവേ എത്തിയെന്ന് തോന്നുന്നു. ആ, ഹൈവേ എത്തിയല്ല. ഹൈവേ കയറി ഇടത്തോട്ട് പോയാൽ ചേട്ടന് പാലക്കാട്ടേക്ക് പോകാം. ചേട്ടൻ ആ വഴി പോയാൽ മതി. മോൻ്റെ സഹായം ഞാൻ മറക്കില്ല കേട്ടോ. നീ ഇല്ലെങ്കിൽ പാതിരാത്രി ഞാൻ പെട്ടേനെ. നിങ്ങളാണ് യഥാർത്ഥ വിപ്ലവകാരി, അല്ലെങ്കിൽ യഥാർത്ഥ സഖാവ്. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്നവനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. ഇത് പഴയ കാലമല്ല ചേട്ടാ. സോഷ്യൽ മീഡിയ വന്ന ശേഷം ശക്തമായ ദളിത് മുന്നേറ്റങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എത്ര അടിച്ചമർത്തിയാലും നീലവിപ്ലവവും അംബേദ്കർ ആശയങ്ങളെയും തളച്ചിടാൻ ആർക്കും കഴിയില്ല. നീലവസന്തം വിരിക തന്നെ ചെയ്യും. എൻ്റെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റി. നിങ്ങളുടെ നീലവസന്തത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ. നീൽ സലാം സഖാവേ. നീൽ സലാം സഖാവേ. ഇത്രയും പെട്ടെന്ന് എവിടെ പോയി? ചേട്ടാ, ഒരു ചായ. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെ നിന്നാ, ഒന്ന് വഴി തെറ്റിയതാ. വണ്ടിക്കാർക്ക് വഴി തെറ്റുന്നത് അപൂർവം. വഴിയിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ചേട്ടനെ കിട്ടാ. ഞാൻ കുഴൽബന്ധത്തിനാ. ഇവിടുന്ന് 7:30 കഴിയാണ്ട് ബസ്സില്ല. ഞാനും കൂടെ വന്നോട്ടെ? എന്നാ പിന്നെ എൻ്റെ ഒപ്പം വന്നോ. ആയിക്കോട്ടെ. അല്ല, ഈ രാങ്ങോട്ട് കാവലിയിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. എന്താ കാര്യം? അല്ല, അവൻ രാത്രികാലങ്ങളിൽ അവിടെ നിന്ന് ആളുകളോട് ലിഫ്റ്റ് ചോദിക്കാറുണ്ടത്ര. ഇന്നാളും നമ്മുടെ സുകുമാരൻ്റെ മകൻ അതുവഴി വന്നപ്പോൾ അവൻ തടുത്തത്ര. അവൻ നിർത്താതെ വണ്ടി വിട്ടു. 4 ദിവസമാ പനി പിടിച്ച് കിടന്നത് ആ ചക്കൻ. അതെ അതെ, നമ്മുടെ മീൻകാരൻ സുബീർഖാന്റെ മോനില്ലേ, അവൻ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായി. അവൻ എന്തിനുള്ള പുറപ്പാടിനാണാവോ? അല്ല, നിങ്ങളിത് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഒരു വെറുതെ പറയാം. ഹൈവേയിൽ ലിഫ്റ്റ് തരൂ.